ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രമേശ് ചെന്നിത്തലയുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചിരിക്കുന്നു എന്നതാണ്. എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയിരിക്കുന്നത് എന്നതിന്റെ എന്തെങ്കിലും സൂചന ഉണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നേതാക്കളും പ്രവർത്തകരും എത്തിയിരുന്നു. അവരും ഒരു ആഘോഷത്തിന്റെ മൂഡിലായിരുന്നു. ചെന്നിത്തല ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ തുടരുകയാണോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തരൂ. ജിക്ക് 8:30 മുൻപാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹം ഔദ്യോഗികമായി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ അല്പസമയം മുൻപ് നമുക്കറിയുന്ന വിവരം അനുസരിച്ച് രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ 3 മിനിറ്റ് നേരം നീണ്ട സംസാരം രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ വീട്ടിൽ കാണുന്നത് പോലെ തന്നെ നിരവധി പ്രവർത്തകർ, നിരവധി നേതാക്കൾ, പ്രത്യേകിച്ച് ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കൾ ഈ വീടിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട്. ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 10:30 ശേഷമുള്ള 3 മിനിറ്റ് സംസാരം അതുമാത്രമാണ് രമേശ് ചെന്നിത്തലയുമായി രാഹുൽ ഗാന്ധി നടത്തിയത്. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ആത്മവിശ്വാസം ചെന്നിത്തല ക്യാമ്പ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്, പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ കണ്ടതാണ് ഈ രമേശ് ചെന്നിത്തല ഈ പ്രഖ്യാപനം വരുന്നു എന്നുള്ള സമയത്തോട് എടുക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുഭവമുള്ളവർ, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് ആദ്യം ഈ വീട്ടിലേക്ക് വന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. ഏതായാലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റെന്ത് പാക്കേജ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നിർണായകമാണ്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല എന്ന് പറയപ്പെടുന്ന സീനിയർ മോസ്റ്റ് ലീഡറെ എങ്ങനെ AICC ഇക്കാര്യത്തിൽ ഡീൽ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായി വരികയാണ്. ഏതായാലും അല്പസമയത്തുള്ള 12 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ വീണ്ടും ചെന്നിത്തലയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയോ അതല്ലെങ്കിൽ അജയ് മാക്കനോ അദ്ദേഹത്തെ വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിൽ ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ചെന്നിത്തലയുടെ സൂചന പറയാൻ പറ്റുമോ ഷഫീദ്? അതായത് എന്ത് സന്ദേശമായിരിക്കും രാഹുൽ ഗാന്ധി കൈമാറിയിട്ടുണ്ടാവുക? അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളാണോ, അതോ ഈ ഫോർമുലയുടെ ഭാഗമായി അദ്ദേഹത്തെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഈ ടെലിഫോൺ സംഭാഷണത്തിലൂടെ, ആശയവിനിമയത്തിലൂടെ നടത്തിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ജിക്ക് ഇതുവരെയും അങ്ങനെ ഒരു സൂചനയില്ല. മാത്രമല്ല, വളരെ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വീടിനകത്തുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജ്യോതികുമാർ ചാമക്കാല, അതേപോലെ തന്നെ അൻവർ സാദത്ത്, ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കൾ മാത്രമാണ് അവിടെ ഉള്ളത്. മറ്റു ചില അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി അവിടെയുണ്ട്. അവർക്ക് മാത്രമാണ് രമേശ് ചെന്നിത്തലയുടെ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നമുക്കറിയാം ഈ പൂർണ്ണമായും ഈ പിക്ചർ മൊത്തം പരിശോധിക്കുകയാണ് ഒരു ഫെയർ പ്ലേ അത് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിലുണ്ട്. നേതാക്കൾക്കിടയിൽ തന്നെ ഒരു സീനിയർ മോസ്റ്റ് ലീഡറിന്റെ പക്വത ചെന്നിത്തല അത് പരസ്യ പ്രതിഷേധത്തിലേക്കും ഫ്ലെക്സ് വെപ്പിലേക്കൊന്നും പോകാത്ത രീതിയിൽ നടത്തിയെന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ, ചില പ്രതീക്ഷകൾ, ചില കാര്യങ്ങൾ അത് പ്രവർത്തകർക്കിടയിലുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു. VD സതീശൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിനിടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും VD സതീശനായി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. ഇതിനിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല അനുകൂലികൾ പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനോട് ഒടുവിൽ KC വേണുഗോപാൽ യോജിച്ചു എന്ന നിലയിൽ ചില വാർത്തകൾ വരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതേസമയം VD സതീശന്റെ ക്യാമ്പും KC വേണുഗോപാൽ ക്യാമ്പും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇപ്പോഴും അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരെ നിർദ്ദേശിക്കും എന്ന ആത്മവിശ്വാസം അവർക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. രമേശ് ചെന്നിത്തലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഫോണെത്തി. KC വേണുഗോപാലിനെ നേരിട്ട് രാഹുൽ ഗാന്ധി വിളിപ്പിച്ച് സംസാരിച്ചു. ഇനി അറിയാനുള്ളത് VD സതീശനോട് VD സതീശനെ വിളിച്ചിട്ടുണ്ടോ എന്നതാണ്. പക്ഷേ ഈ 3 പേരോടും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ഇപ്പോൾ രമേശ് ചെന്നിത്തല ക്യാമ്പുകളിൽ വന്നിട്ടുമുണ്ട്. ഷഫീദ്, ദിലീപ് കുമാർ ഉറപ്പായിട്ടും. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പതിവില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന പ്രൊഫൈലിന് അപ്പുറത്തേക്ക് അദ്ദേഹം മുൻപോട്ട് വെച്ച, അല്ലെങ്കിൽ തർക്കത്തിന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഏതെങ്കിലും പ്രൊഫൈലിൽ ഏതെങ്കിലും തരത്തിലൊരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാകാമോ എന്നുള്ളൊരു സംശയം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തുമ്പോഴുള്ള പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും കൂടുതൽ നേതാക്കളടക്കം ഇവിടേക്ക് വരുന്നുമുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കോൺഗ്രസ് പ്രൊഫൈലിലും കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പിലുമൊക്കെ വലിയ തരത്തിൽ
ചർച്ചയാകുന്നത് രമേശ് ചെന്നിത്തല RC എന്നുള്ളത് ഒരു ഫെയർ പ്ലെയർ ആണ്. അതായത് ഈ കൗണ്ടിങ്ങിന് ശേഷം കോൺഗ്രസ് വലിയ വിജയം നേടിയ ശേഷം RC എന്ന വളരെ നിലപാടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ പരുവപ്പെട്ട ഒരു നേതാവ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു ക്ലെയിം പരസ്യമായി മുന്നോട്ട് വെച്ചെങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള മെച്യൂർഡായിട്ടുള്ള ഇടപെടലുകൾ അത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ആ ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ മുന്നിൽ കണ്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ VD KC എന്ന രീതിയിൽ ഒരു ഡയറക്റ്റ് അതല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് രീതിയിൽ ശക്തമായിട്ടൊരു പോര് നടക്കുകയാണെങ്കിൽ ഒരു സമവായ സാധ്യത എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പക്ഷേ അദ്ദേഹം തന്നെ ക്ലെയിമായി ഉയർത്തിയ സീനിയോറിറ്റി എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് ഈ ഭരണപക്ഷത്തെ എതിർക്കാൻ അതല്ലെങ്കിൽ ഈ സർക്കാരിനെ എതിർക്കാൻ മുൻപിൽ നിന്നൊരാളെന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ RCയിലേക്ക് ആ തീരുമാനം പോയാൽ തെരുവിൽ കാര്യമായ പ്രതിഷേധം അത് പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല KC വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പാക്ട് കുറവ് അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ, വിലയിരുത്തലുകൾ അത് പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ചെന്നിത്തല ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. മാത്രമല്ല ഈ രീതിയിൽ അവസാന നിമിഷം രാഹുൽ ഗാന്ധി വിളിക്കുന്നു, സ്ഥിരീകരിക്കാത്തൊരു വിവരം മല്ലികാർജ്ജുൻ ഖാർഗെയും ചെന്നിത്തലയുമായി സംസാരിച്ചു അല്പസമയം മുൻപെന്നുള്ള സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും വലിയ ആത്മവിശ്വാസം RC ക്യാമ്പിലുണ്ട്. ചെന്നിത്തലയുടെ വീട്ടിൽ പ്രവർത്തകരും നേതാക്കളും ഇപ്പോഴും തുടരുകയാണ്. ചെന്നിത്തല ഇപ്പോഴും വീടിനകത്താണ്. വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തോടൊപ്പം എല്ലാ കാലത്തും നിന്നുള്ള നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ വീടിനകത്ത് ചെന്നിത്തലയെ കണ്ട് സംസാരിച്ച് തുടരുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.